നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജ് പ്ലേ ഓഫ് മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഇനി പ്രീ ക്വാർട്ടറാണ്. പ്രീ ക്വാർട്ടറിൽ ആരോടൊക്കെ ഏറ്റുമുട്ടും, എങ്ങനെയാണ് ആ നറുക്കെടുപ്പിലെ സീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നറുക്കെടുപ്പ് നാളെയാണ്. പ്രീ ക്വാർട്ടറിലെ 16 ടീമുകൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ ടോപ്പ് 8 ഫിനിഷ് ചെയ്ത 8 ടീമുകൾ, അവർ സീഡഡ് ടീമുകളാണ്. ആഴ്സണൽ, ബയേൺ മ്യൂണിക്ക്, ലിവർപൂൾ, ടോട്ടൻഹാം ഹോട്ട്സ്പർ, FC ബാഴ്സലോണ, ചെൽസി, സ്പോർട്ടിംഗ് CP, മാഞ്ചസ്റ്റർ സിറ്റി. ഇനി അൺസീഡഡ് ടീമുകളായിട്ട് നോക്കൗട്ട് ഫേസ് പ്ലേ ഓഫ് വിന്നേഴ്സായിട്ട് വന്നിട്ടുള്ള 8 ടീമുകൾ: റയൽ മാഡ്രിഡ്, പാരീസ് സെൻ ജർമൻ, ന്യൂകാസിൽ യുണൈറ്റഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, അറ്റലാന്റ, ബയർ ലെവർക്യൂസൻ, ഗലറ്റസറായി, ബോഡോ ഗ്ലിംറ്റ്. അപ്പോൾ ഈ ടീമുകളിൽ ആരോടൊക്കെയാണ് ഏറ്റുമുട്ടുക എന്നുള്ളത് നാളെ നടക്കുന്ന നറുക്കെടുപ്പിലൂടെയാണ് നമുക്ക് പൂർണ്ണമായും വ്യക്തമാവുക. പക്ഷേ ചിത്രം ഓൾമോസ്റ്റ് ഇപ്പോഴേ തെളിഞ്ഞു നിൽപ്പാണ്. ആരാവാം എതിരാളികൾ എന്നുള്ളതിൽ വ്യക്തതയുണ്ട്. റയൽ മാഡ്രിഡിന് മാഞ്ചസ്റ്റർ സിറ്റിയോ സ്പോർട്ടിങ്ങോ ആവാം. അതാണ് ഇന്നലെ കോട്ടുവോ പറഞ്ഞില്ലേ, അത് സിറ്റിയാണ്, നോക്കണ്ട, അത് സിറ്റി തന്നെ ആയിരിക്കുന്നത്. കാരണം എത്ര തവണ നമ്മൾ കണ്ടതാണ് സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ നോക്കൗട്ടിൽ ഈ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇനിയിപ്പം നറുക്കെടുപ്പിനൊന്നും കാര്യമില്ലെന്നേ, സിറ്റിക്കെതിരെ തന്നെ ആയിരിക്കും, ഉറപ്പാണെന്ന് ഇന്നലെ കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കളിയൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പോലും ഇത് സീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ടീമുകളാണ്. ആദ്യത്തെ 8 ടീമുകൾ നമ്മൾ പറഞ്ഞു, അവരെ ഓരോ പെയറാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പെയർ 1 and 2, ആദ്യത്തെ 1-2 സ്ഥാനങ്ങളിലെ ഒരു പെയർ, ദെൻ 3-4 സ്ഥാനങ്ങളിലെ ടീമുകൾ അടുത്ത പെയർ, 5, 6, 7, 8 ഇങ്ങനെ ഓരോ പെയറാക്കി വെച്ചിട്ടുണ്ട്. ആ പെയേഴ്സിനോടാണ് ഇങ്ങനെ ക്വാളിഫൈ ചെയ്തു വരുന്ന ടീമുകൾ കളിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കാം. ക്വാളിഫൈ ചെയ്തു വന്ന പാരീസ് സെൻ ജർമൻ റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടേണ്ടത് FC ബാഴ്സലോണ ഓർ ചെൽസി. അതായത് പെയർ 5 വരുന്ന 5-6 ടീമുകളായിട്ട് വരുന്നവരാണത്. ബാഴ്സലോണ ഓർ ചെൽസി, രണ്ടിലൊരു ടീമായിരിക്കും. അപ്പോൾ ബാഴ്സയുടെ എതിരാളിയായിട്ട് PSG വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചെൽസിയുടെ എതിരാളികളായിട്ട് PSG വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അത് ന്യൂകാസിലാണ്. അപ്പോൾ ന്യൂകാസിലിൻ്റെ എതിരാളികളായിട്ടും ചെൽസിയോ ബാഴ്സലോണയോ വരാം. അപ്പോൾ ബാഴ്സയ്ക്ക് എതിരാളികളായിട്ട് ആരൊക്കെ വരാം? ഒന്നെങ്കിൽ PSG അല്ലെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ്. PSG എതിരാളിയായിട്ട് ഒന്നുകിൽ ബാഴ്സ അല്ലെങ്കിൽ ചെൽസി. ന്യൂകാസിലിന് എതിരാളിയായിട്ട് ഒന്നുകിൽ ചെൽസി അല്ലെങ്കിൽ ബാഴ്സ. അപ്പോൾ ഫോർ എക്സാമ്പിൾ PSG വേഴ്സസ് ബാഴ്സ നറുക്കെടുപ്പിലൂടെ തീരുമാനമായി എങ്കിൽ പിന്നെ ന്യൂകാസിൽ വേഴ്സസ് ചെൽസി ആയിരിക്കും മറ്റേ മത്സരം വരുന്നത്. ഇനി അടുത്ത പെയർ നോക്കിയാൽ ലിവർപൂളും ടോട്ടൻഹാമുമാണ് അടുത്ത പെയർ, 3-4 സ്ഥാനങ്ങളിൽ വന്ന ടീമുകൾ. അപ്പോൾ അവരുടെ എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ടീം ഗലറ്റസറായി ആണ്. ഇപ്പോൾ നമ്മുടെ യുവൻറ്റസിനെയൊക്കെ മലർത്തിയടിച്ച് വന്ന ഗലറ്റസറായിട്ട് എതിരാളികളായിട്ട് ഒന്നുകിൽ ലിവർപൂൾ വരും അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ വരും. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ എതിരാളികളായിട്ട് ഒന്നുകിൽ ടോട്ടൻഹാമോ അല്ലെങ്കിൽ ലിവർപൂളോ വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗലറ്റസറായി വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്ന ഡ്രോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ എന്നാവും വരിക. നേരെ തിരിച്ചും വരാം. അടുത്തത് ടീമുകളുടെ സീഡിങ്ങിൽ 7-8 പെയർ വന്നിട്ടുള്ള ടീമുകൾ സ്പോർട്ടിങ്ങും മാഞ്ചസ്റ്റർ സിറ്റിയും. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ എതിരാളികളായിട്ട് ഒന്നുകിൽ സ്പോർട്ടിങ് വരാം അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി വരാം. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കും സ്പോർട്ടിങ്ങിനും എതിരാളികളായി വരാൻ സാധ്യതയുള്ള മറ്റൊരു ടീം ബോഡോ ഗ്ലിംറ്റാണ്. അത്ഭുത പ്രകടനം കാണിച്ചു വന്ന ബോഡോ ഗ്ലിംറ്റ് ഓൾറെഡി സിറ്റിയെ തോൽപ്പിച്ചതാണ് ഇവിടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ. അപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ച ടീം വീണ്ടും മുട്ടും. അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ നറുക്കെടുപ്പിൻ്റെ റൂളുകളിൽ ഒന്ന്. നമ്മൾ വേറെ വീഡിയോയിൽ വിശദമായിട്ട് നറുക്കെടുപ്പിൻ്റെ റൂളുകൾ നമുക്ക് ചർച്ച ചെയ്യാം. എപ്പോൾ, എവിടെ വെച്ച്, എന്നുള്ളതൊക്കെ നാളെയാണ്. അത് ഏത് സമയത്ത്, എവിടെ വെച്ച്, എങ്ങനെ ലൈവ് കാണാം എന്നൊക്കെ നമുക്ക് വേറെ സംസാരിക്കണം. ഇപ്പോൾ നമുക്ക് ഈ പെയറിങ് മാത്രം നോക്കാം. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ എതിരാളിയായിട്ട് ഫോർ എക്സാമ്പിൾ മറ്റൊരു പോർച്ചുഗീസ് ടീം സ്പോർട്ടിങ് വന്നു എന്ന് കരുതുക. സിറ്റി വരും എന്നൊക്കെ പറയുന്നുണ്ട്. കോർട്ടോ മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ കൊല്ലങ്ങളായിട്ട് കാണുന്നത്. ഇത്തവണ ഒരു ചേഞ്ചിന് സ്പോർട്ടിങ് ആയിക്കോട്ടെ. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ എതിരാളിയായിട്ട് സ്പോർട്ടിങ് വരുന്നതെങ്കിൽ സിറ്റിയുടെ എതിരാളിയായിട്ട് ബോഡോ ഗ്ലിംറ്റ് വരും.
ഒരിക്കൽ പണി കിട്ടിയതിന് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. അത് കാത്തിരുന്ന് കാണണം. ഇനി അടുത്ത പെയറിംഗ് എന്ന് പറഞ്ഞാൽ ആഴ്സണലും ബയേണുമാണ്. അതായത് 1-2 സ്ഥാനങ്ങളിൽ വന്ന ടീമുകൾ. അപ്പോൾ അറ്റലാൻറ്റയുടെ എതിരാളികളായിട്ട് ഒന്നുകിൽ ആഴ്സണൽ വരും, അല്ലെങ്കിൽ ബയേൺ വരും. കിടിലൻ പോരാട്ടം. ഇറ്റാലിയൻ വമ്പന്മാരും ഇംഗ്ലീഷ് വമ്പന്മാരും തമ്മിൽ മുട്ടാം. ഇറ്റാലിയൻ വമ്പന്മാരും ജർമ്മൻ വമ്പന്മാരും തമ്മിൽ മുട്ടാം. ഇനി അതല്ലെങ്കിൽ ആഴ്സണലിനും ബയേണിനും എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ളത് ബയർ ലെവർക്യൂസൻ ആണ്. ഫോർ എക്സാമ്പിൾ ആഴ്സണൽ വേഴ്സസ് അറ്റലാൻറ്റ എന്ന നറുക്കെടുപ്പിൽ വന്നാൽ പിന്നെ സംശയം വേണ്ട, ബയേൺ വേഴ്സസ് ബയർ ലെവർക്യൂസൻ വരും. അതെങ്ങനെ? ഒരേ അസോസിയേഷനിൽ ടീമുകൾ മുട്ടും. അതും ഈ റൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നറുക്കെടുപ്പ് വരാൻ പോകുന്നത്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾക്ക് സാധ്യത. ബാഴ്സ വേഴ്സസ് PSG വന്നാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് വീണ്ടും വന്നാൽ, ഇതൊക്കെ ആവേശകരമായ മത്സരങ്ങൾക്കുള്ള സാധ്യതയാണ് തുറന്നിടപ്പെടുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ എന്താ അത്ര മോശ? അപ്പോൾ ചുരുക്കത്തിൽ സൂപ്പർ പോരാട്ടങ്ങൾക്കുള്ള വഴിയൊരുങ്ങുന്നു. ഇതാണ് ഇപ്പോൾ റോഡ് ടു ബുഡാപെസ്റ്റ് കൃത്യമായ ചിത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.